السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم. اتقوا الله عباد الله. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസും മിൻ അഖ്ലാഖി അൻ-നുബുവ, മൂന്ന് കാര്യങ്ങൾ അത് അമ്പിയാക്കളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. തഅജീലുൽ ഇഫ്താരി വ തഅഖീറുസ് സുഹൂരി വ വദ്ഉൽ യമീനി അല ശിമാലി ഫിസ് സ്വലാത്തി. മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത് തഅജീലുൽ ഇഫ്താർ, ഒരാൾ ഇഫ്താർ നേരത്തെ ആക്കുക എന്നുള്ളത്. നേരത്തെ ആക്കുക പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതല്ല, പക്ഷേ സമയമായി കഴിഞ്ഞാൽ അയാൾ നോമ്പ് തുറക്കുക. ചില ആളുകളൊക്കെ ബാങ്ക് കൊടുത്താലും അല്ലെങ്കിൽ ഈ സമയമായാലും ഒരു മിനിറ്റ് കൂടി കഴിയട്ടെ അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്നാൽ ഉറപ്പിക്കാലോ എന്ന രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ വൈകിപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വൈകിപ്പിക്കുക അല്ല വേണ്ടത്. അതുപോലെ തന്നെ ബാങ്കിനെ കാത്തു നിൽക്കുകയുമല്ല വേണ്ടത്. മറിച്ച് സമയമായി, ബാങ്കിൻ്റെ സമയമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാം, അയാൾക്ക് നോമ്പ് മുറിക്കുക തന്നെ ചെയ്യാം. അയാൾ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത്, അതിന് ധൃതി കാണിക്കുകയാണ് വേണ്ടത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. അത് അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് സമയമായാൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കുക എന്നുള്ളത്. എങ്കിൽ അമ്പിയാക്കളെക്കാൾ തഖ്വ കൈവരിച്ചവരാണ് നമ്മൾ എന്ന് നമുക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നേരത്തെ ആക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളും ആ സമയമായി കഴിഞ്ഞാൽ തന്നെ നോമ്പ് മുറിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഅഖീറുസ് സുഹൂർ, പിന്നെ പ്രഭാത ഭക്ഷണം വൈകിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും അവസാന സമയത്ത്. ചില ആളുകളൊക്കെ കടക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യണം, അത്താഴമാണ് ഇത് കഴിക്കുന്നത് പറഞ്ഞുകൊണ്ട് അത്താഴം കഴിച്ചിട്ട് കടക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളൊക്കെ ഒരു 50 ആയത്ത് ഓതുന്ന ആ ഒരു സമയം, ഒരു 10-12 മിനിറ്റിൻ്റെ ആ ഒരു സമയം മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, അവർ പിന്നെ അത്താഴം കഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാൾ പട്ടിണി കിടക്കണം, വിശപ്പ് അറിയണം എന്നുള്ളതല്ല. മറിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാനൊന്നും എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. ഒന്ന് കൂടുതലായിട്ട് പട്ടിണി അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ എന്ത് ചെയ്യും, ആ സമയത്ത് കഴിക്കണ്ട എന്ന് പറയും. നേരെ മറിച്ചിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്, അത്താഴം നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കഴിക്കണം എന്നാണ്. ഏറ്റവും നല്ല അത്താഴം അത് കാരക്കയാണ് എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ അത്താഴം കഴിക്കുന്നതിൽ, ആ അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫസ്ല മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അകലത്തുസ് സുഹൂർ. നമ്മുടെയും അതുപോലെ തന്നെ അഹ്ലി കിതാബിൻ്റെയും ജൂതന്മാരുടെയും നോമ്പിനിടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്താഴം കഴിക്കുക എന്നുള്ളതാകുന്നു. അപ്പോൾ മുസ്ലിമീങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവർ അത്താഴം കഴിച്ചുകൊണ്ടായിരിക്കും അവർ നോമ്പ് അനുഷ്ഠിക്കുക. എത്ര കുറവാണെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് സുന്നത്തായ കാര്യമാണ്. മൂന്നാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വവദ്ഉൽ യമീനി അല ശിമാലി ഫിസ് സ്വലാ. നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കൈ ഇടത് കൈകളുടെ മേളിലായി വെക്കുക എന്നുള്ളതും പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.